രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സാർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വാര്യരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവാർഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്ക് ആരോട് അധികാരം തന്നത്? അച്ഛാ, ഹി ഈസ് അവർ അഡ്വർടൈസ്മെന്റ് മാനേജർ. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുവാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അതിവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളാൻ നീ ആരാടാ ചെറ്റ്? അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ ഈ വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്യായിരുന്നല്ലോ മാനേജിംഗ് ഡയറക്ടറെ. പോടോ പുങ്ങൻ തമ്പുരാനെ. ഈ കസലിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴെ നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് മേടിച്ച് മാറിയിരിക്കുന്നത്. തന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ? സ്നേഹമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ അണ്ണനത് അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്. ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ 4-5 പേരെ കൊണ്ട് കസേര വെറുക്കിടിക്കുന്നു. എന്റെയിലും നിന്ന് ഒരെണ്ണം കൊണ്ടിടാൻ. ഈ സ്ഥാപനത്തിൽ നിന്ന് പെൻഷൻ പറ്റി വളരെ കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ എന്താ ഇവിടെ മീറ്റിംഗ്? നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവുക. ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അമ്മ കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. ആ പിടപ്പ് ഞാനിപ്പോഴനുഭവിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കാരോടും പരിഭവമില്ല. എല്ലാവരും നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ, മരിച്ചു കിട്ടണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തനും ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത്. നീ ഒന്ന് ക്ഷമിക്കണ്ട. മുഖത്തടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു. എന്നോടല്ല, ഈ എഴുത്തുപുരയോട്. എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത്. മന്ത്രിമാർ മാത്രമല്ല, അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ്. അവരെ അവഹേളിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യുന്ന അനാവശ്യമായ പത്രധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ തൽക്കാലം സാധ്യമല്ല. നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് കുത്തിക്കുറിക്കാനുള്ളതല്ല മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ. അച്ഛന്റെ ഫ്രസ്ട്രേഷൻസോ?
അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷനാണ് അമ്മ. എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ? പറയടാ, പറ. പ്രായം മറയ്ക്കാൻ അമ്മ തേച്ച് അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ മേനോനെ കിട്ടില്ല. റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കെട്ടുന്ന ഭർത്താവ് ഗോഷ്ഠിയല്ല എന്റെ അച്ഛൻ. ആ ഒരൊറ്റ കുറവിലല്ലേ അമ്മ അച്ഛനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ചെയ്തോ. പക്ഷെ എന്റെ അച്ഛന്റെ അക്ഷരങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ അനിയൻകുട്ടാ, ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ, ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ഫാറം പൂരിപ്പിച്ചു കൊടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത്. നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത്. മതിയായി അമ്മേ. നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ മേനോന് വയ്യ. ഇതാ വാങ്ങിക്കേ. അച്ഛ, അപ്പേട്ടനൊരു വിവരക്കേട് കാണിച്ചു എന്ന് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പെട്ടെന്നെടുത്ത തീരുമാനമല്ല മോനെ, ദിവസങ്ങളായി ഞാനത് ചിന്തിച്ചു തുടങ്ങിയിട്ട്. മുത്തശ്ശി ഒന്ന് പറ. ഞാനൊന്നും പറയില്ല. മേനോൻ എനിക്കറിയാം. അച്ഛ പ്ലീസ് അച്ഛ, ഒന്ന് പറയടോ അച്ഛനോട്. ഇത് വീട്ടുകാരിയല്ല, ഓഫീസുകാരിയാ. എനിക്കൊന്നും പറയാനില്ല. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹൈഹീൽഡ് ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ചു എന്ന് തോന്നി തുടങ്ങിയത്. അതുപോലൊരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും. തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം, സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ രാജിയും. വാങ്ങിക്കേ. അസുഖം മാറിയെന്ന് ആരാ പറഞ്ഞത്? കണ്ടില്ലേ കൊതുക് കത്തിച്ചു വെച്ചേക്കുന്നത്. അതെ, കൊതുക് ചത്ത് വീഴാതെ നോക്കിക്കോണേ. നിറയെ ചക്കര പോട്ടിരിക്കണേ. എന്നാ കുറച്ച് അവലും മലരും തേങ്ങയും കൂടെ സംഘടിപ്പിച്ച വന്ന സ്ഥിതിക്ക് ഒരു ഗണപതി ഹോമം നടത്തിയെങ്കിലും പോവാം. കളിയാക്കണ്ട. തന്റെ ഗണപതി ഹോമത്തിന്റെ ഗുണം കൊണ്ടാ മേനോ സാറിന് രാജിവെച്ചത്. അച്ഛനിരുന്ന കസേരയിൽ അപ്പേട്ടൻ കയറിയിരിക്കുന്നു. മാനേജിംഗ് എഡിറ്റർ. ഇരിക്കാനല്ലേ പറ്റൂ, എഴുതാൻ പറ്റില്ലല്ലോ. എന്താ മോനെ കാര്യം പറ. എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്ന അച്ഛ. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യ അച്ഛ, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കൈക്കരുത്തും ആവേശവും മാത്രം പോരാ. പണം, മണി ഈസ് ദി ഫോഴ്സ്. കാലം എന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. കാൻ യു മേക്ക് ഇറ്റ്? എന്റെ കയ്യിലാകെയുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അച്ഛ. വണ്ടി ഓടിക്കാൻ അറിയാം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. പണമുണ്ടാക്കണം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. അക്ഷരങ്ങളിൽ അല്ലാഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തമ്പ്രാൻകുട്ടി, നമ്മള് കോലിത്തല് നിർത്തി നിങ്ങൾ കാരണം. 5 നേരവും നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. ഇപ്പൊ വന്നത് എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്തു വേണം പറയും. നിങ്ങളെല്ലാം പോയിൻ. റഫീഖേ, ഇക്ക, തമ്പ്രാൻകുട്ടി സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. ആ. റഫീഖെ 3 സുലൈമാനി. വരീൻ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയും. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ. കുറെ പണം വേണം.
എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം. പരീതേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു, ഞാനും പത്രം വിട്ട് പരീതിനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോലെ. പോരാ, അത് ഔദാര്യമാവും. നാളെ പരീതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവിറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ പരീത ഒരു വഴി? തമ്പുരാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും. ആ സ്പിരിറ്റിൽ ഓർ എത്തിക്കേണ്ട അടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ? പരീതിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പ്രാൻകുട്ടി, പരീത് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. ആ